നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലകൃഷ്ണൻ, ഡോക്ടർ ബി കെ എസ് ഫെർട്ടിലിറ്റി ക്ലിനിക്, ചേറ്റുപുഴ, തൃശ്ശൂരിലെ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. കുറച്ചു നാളായിട്ട് ഞാനിപ്പോ വാരിക്കോസിലിനെ പറ്റിയിട്ട് തന്നെ വീഡിയോസ് എടുക്കുകയാണ്. അതിന്റെ പൊതുവെ എനിക്ക് കിട്ടുന്ന സാധാരണ ഒരു സംശയം, എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയം, വാരിക്കോസിൽ കാരണം എന്റെ ബീജങ്ങളെ എന്തെങ്കിലും പ്രശ്നം മുന്നോട്ടുണ്ടാവുമോ? എന്റെ ഒരു പ്രഗ്നൻസി പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ മുന്നോട്ട് എനിക്കൊരു ഒരു അച്ഛനാവാനായിട്ടുള്ള സാധ്യത ഈ വാരിക്കോസിൽ കാരണം കുറയും. പിന്നെ അവസാനത്തത്, വാരിക്കോസിൽ ഉള്ളതുകൊണ്ട് എനിക്ക് ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഈ സംശയങ്ങൾ ക്ലിയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതില് നിങ്ങൾ കാണുന്നത് ഈ താഴെ കാണുന്ന വട്ടത്തില് ഓറഞ്ച് നിറത്തില് വരച്ചിരിക്കുന്നതാണ് വൃഷങ്ങൾ. ഇതിന്റെ ഉള്ളിലാണ് ബീജങ്ങൾ ഉണ്ടാവുന്നത്. ഈ ബീജങ്ങൾ ഉണ്ടായി നേരെ മുകളിൽ ഈ ഉള്ളിലത്തെ ട്യൂബിന്റെ ഉള്ളിലാണ് ബീജങ്ങൾ ഉണ്ടാവുന്നത്. അത് ഈ മുകളിലത്തെ സഞ്ചിയുടെ ഉള്ളിൽ കയറി നിറഞ്ഞ് നിന്ന് കുറെ നാള് നിന്നിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇന്നലെ ഉണ്ടായ ബീജങ്ങളല്ല ഇന്ന് പുറത്തേക്ക് വരുന്നത്. കുറച്ച് നാള് ഈ വൃഷത്തിന്റെ ഉള്ളിൽ തന്നെ ഈ ട്യൂബിനുള്ളിൽ കിടന്നിട്ടാണ് പിന്നെ പുറത്തേക്ക് വരുന്നത്. ഇത് ഏകദേശം മാസങ്ങളോളം എടുക്കും. ഈ വൃഷങ്ങളുടെ ഉണ്ടാക്കിയിരിക്കുന്നത്, ദൈവം നമുക്കിതൊരു അവയായിട്ട് തന്നിരിക്കുന്നത് ഇങ്ങനെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിനെക്കാട്ടിലും ഒരു 4 ഡിഗ്രി ടെമ്പറേച്ചർ ഇവിടെ കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്തായാലും ഇവിടെ പുറത്തേക്ക് എത്തിയുണ്ട്. അതിന് രക്തോട്ടം എന്തായാലും കിട്ടണം, അതിന് ദുഷിച്ച രക്തം തിരിച്ചു പോകണമെന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ അടുത്തേക്കൊന്നും വെച്ചിട്ടില്ല. മുകളിൽ ഇവിടെയാണ് രക്തക്കുഴലെല്ലാം. നേരെ വൃഷത്തിന്റെ മുകളിലേക്കല്ല. ഇവിടെ നിങ്ങളിപ്പോ വൃഷം സ്വന്തം പിടിച്ചു നോക്കുമ്പോൾ ആ വൃഷത്തിന്റെ പുറത്തുള്ള സഞ്ചിയിലെ തടിച്ചു കിടക്കുന്ന കാണാനായിരിക്കും. പക്ഷെ ഈ പറയുന്ന വാരിക്കോസീൽ ഇതിന്റെ ഇവിടെയുള്ള ഭാഗമല്ല. ഈ മുകളിലേക്ക് കാണുന്ന രക്തക്കുഴലാണ് നമ്മളുടെ വാരിക്കോസീലിനെ എല്ലാവരും വിളിക്കുന്നത്. അത് എല്ലാവർക്കും ഉണ്ടാവും. ഈ ബീജങ്ങളെ ഈ ഇവിടെ കിടക്കുന്ന രക്തക്കുഴലൊന്നും എഫക്ട് ചെയ്യില്ല. പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മറ്റേ ഡോക്ടർ പറഞ്ഞു ഈ രക്തക്കുഴൽ തടിച്ചു കിടക്കുന്നുണ്ടോ, അത് പെടച്ചു കിടക്കുന്നുണ്ട്, അത് അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് ഈ രക്തത്തിലെ വിഷങ്ങളൊക്കെ മിക്സ് ആയതുകൊണ്ട് അതിന്റെ ടെമ്പറേച്ചർ കൂടിയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ, ഇത് നമ്മുടെ പുറത്തുനിന്ന് വന്നൊരു സാധനമൊന്നും അല്ലല്ലോ ഈ രക്തം. നമ്മുടെ ശരീരത്തിൽ ഒഴുകുന്ന രക്തം തന്നെ വൃഷത്തിലേക്ക് കുറച്ച് ഒഴുകി അതിന് വേണ്ടാത്ത സാധനങ്ങൾ തിരിച്ചു കൊണ്ടുപോകുന്നു. അതൊരു വിഷമൊന്നുമില്ല. അത് ടെമ്പറേച്ചർ ഒന്നും തണുപ്പിക്കാനൊന്നും അല്ല ഈ രക്തം ഇങ്ങോട്ട് ഓടുന്നത്, അങ്ങോട്ട് പോഷണം കൊടുക്കാനാണ്. അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ തണുപ്പിക്കാനോ അത്ര ചൂടൊന്നും വൃഷത്തിനുള്ളിൽ ഉണ്ടാവില്ല. അപ്പൊ ഈ ദൈവം തന്നിരിക്കുന്ന ഈ ഗ്രന്ഥി ശരീരത്തിന് പുറത്താണ്, അത് നോർമലാണ്. അപ്പൊ ഈ പറയുന്ന ഗ്രന്ഥികൾക്ക് ഈ പറയുന്ന സ്ഥലത്തേക്ക് രക്തോട്ടം കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഈ രക്തക്കുഴലിന്റെ ജോലി, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ ഒരു കാരണവശാലും ഈ മോളിൽ കിടക്കുന്ന ഈ രക്തക്കുഴൽ, അത് ആർട്ടറി ആണെങ്കിലും വെയിൻ ആണെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ ഇതിനുള്ളിൽ കിടക്കുന്ന ബീജങ്ങളെ അത് എഫക്ട് ചെയ്യില്ല. ഇപ്പൊ വൃഷത്തിലേക്ക് പോകുന്ന നല്ല രക്തം ബ്ലോക്ക് ചെയ്താൽ ഉറപ്പായിട്ടും പ്രശ്നം ഉണ്ടാവാം. പക്ഷെ ഈ തിരിച്ചു പോകുന്ന രക്തക്കുഴലിൽ കുറച്ച് തടിച്ചു കിടക്കുന്നതുകൊണ്ട് ഇവിടെ രക്തം കെട്ടി നിൽക്കുകയൊന്നുമില്ല. ചിലര് പറയും എന്റെ വൃഷം പണ്ട് കുറച്ചുകൂടി സൈസ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഈ വാരിക്കോസിൽ വന്നതുകൊണ്ട് ഇതിപ്പോ ചുരുങ്ങി തുടങ്ങി. ഒരു കാരണവശാലും സംഭവിക്കില്ല. ഈ വൃഷത്തിന്റെ പുറത്ത് ഒരു തോട് പോലത്തെ ഒരു ചിരട്ട പോലത്തെ ഒരു സാധനമുണ്ട്. ചിരട്ടയല്ല, അത്രയും കട്ടിയില്ല, എന്നാലും നല്ല ഉറപ്പുള്ള ഒരു സഞ്ചിയുടെ ഉള്ളിലാണ് ഈ വൃഷം എന്ന് പറയുന്ന ഉള്ളിലത്തെ ഭാഗം കിടക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫിക്സ്ഡ് സൈസാണ്. നമ്മൾ ജനിച്ച സമയത്ത് വൃഷങ്ങൾ ശരിക്കും എന്റെ ഈ വിരലിന്റെ ഈ ചെറിയ വരയല്ലേ ഉള്ളൂ, 5 cc ഉള്ളൂ. അത് നമ്മൾ ഒരു ആണായി മാറുമ്പോൾ 12, 13, 14 വയസ്സാകുമ്പോൾ നമ്മുടെ പൊക്കം വയ്ക്കുന്നു, ബോഡി ബിൽറ്റ് വരുന്നു, നമ്മളൊരു ആണായി മാറുമ്പോൾ ഈ 5 cc എന്നുള്ളത് ഒന്നെങ്കിൽ 15 cc അല്ലെങ്കിൽ 20 cc കൂടും. ഒരു പ്രാവശ്യം ഈ സൈസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ഇത് തിരിച്ച് പഴയതിലേക്ക് പോവില്ല. നമ്മൾ ഓപ്പറേഷൻ ചെയ്തു വല്ല മുറിച്ചൊക്കെ എടുത്താൽ മാത്രമേ ഇത് ചുരുങ്ങുള്ളൂ. അതല്ലാതെ ഈ വൃഷത്തിന്റെ ആരോഗ്യത്തിനോ ഇതിനുള്ളിൽ കിടക്കുന്ന ബീജങ്ങളുടെ ആരോഗ്യത്തിനോ ഈ പുറത്ത് കിടക്കുന്ന രക്തക്കുഴലോ ഒരിക്കലും എഫക്ട് ചെയ്യില്ല. അത് എന്ത് ചെയ്താലും എത്ര ഗ്രേഡ് വന്നാലും ഈ വൃഷത്തിനുള്ളിൽ അത് ബാധിക്കില്ല. പിന്നെ സെക്സ്, വൃഷങ്ങളിൽ നിന്നുള്ള അല്ല നിങ്ങളുടെ സെക്സ് തീരുമാനമാവുന്നത്. നിങ്ങൾ ഇവിടെ കാണുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, ഈ മൂത്രസഞ്ചിയുടെ താഴെ കിടക്കുന്ന ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലും ഈ ലിംഗത്തിൽ പോകുന്ന രക്തക്കുഴലിലാണ് നിങ്ങളുടെ ഈ പറയുന്ന സെക്സ് നിങ്ങൾ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വൃഷത്തിന്റെ സൈഡിലോ ഈ പറയുന്ന രക്തക്കുഴലിൽ തടിച്ചുകൊണ്ടോ ഒരു കാരണവശാലും നിങ്ങൾക്ക് ബന്ധപ്പെടുന്ന ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അതൊരു ലക്ഷണമായിരിക്കാം വേറെ എന്തെങ്കിലും കാരണങ്ങൾക്ക്, അത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷെ വാരിക്കോസീൽ ഒരിക്കലും നിങ്ങളുടെ സെക്സിനെ എഫക്ട് ചെയ്യില്ല, നിങ്ങളുടെ വൃഷത്തിൽ കിടക്കുന്ന ബീജത്തിനെ എഫക്ട് ചെയ്യില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ പ്രഗ്നൻസി ഉണ്ടാക്കാനായിട്ടുള്ള പൊട്ടൻഷ്യലിനെ അത് ഒരിക്കലും കുറയ്ക്കില്ല. എനിക്കറിയാം ഇത് ഭയങ്കര വലിയൊരു
കൺഫ്യൂസിങ് ടോപ്പിക്കാണ് കുറെ പേർക്ക്. എത്ര പറഞ്ഞാലും മറ്റേ ഡോക്ടർ പറഞ്ഞു, ഈ ഡോക്ടർ പറഞ്ഞു, സ്കാൻ ചെയ്തു, അത് ഇതും ഓരോരോ മനസ്സിൽ വെച്ചിട്ട് ഇത് പ്രശ്നമാണെന്ന് മനസ്സിൽ കുറെ പുതിയ പുതിയ പ്രശ്നങ്ങളായിട്ട് അവർ മാറ്റുന്ന ആൾക്കാർ. നിങ്ങൾ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ഇരിക്കുക. ഇതിൽ ഒരിക്കലും നിങ്ങളുടെ വാരിക്കോസിൽ ഒരു പ്രോബ്ലം അല്ല. ഇനിയും സംശയം ഉണ്ടെങ്കിൽ എന്റെ ഈ യൂട്യൂബ് ചാനലില് കമന്റ്സിൽ നിങ്ങളൊന്ന് കമന്റ് ഇട്ടാൽ ഞാൻ ഉത്തരം തരാം. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് കണ്ടിട്ട് ഇതിന് വേണമെങ്കിൽ ഡൗട്ട്സ് വേണമെങ്കിൽ ക്ലിയർ ചെയ്യാം. താങ്ക് യു.